ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന 2 kg 2 ടയർ ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല റിച്ച് ആയിട്ട് നല്ല അടിപൊളി ഫ്ലേവറുള്ള കേക്കായത്. നല്ല ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോ താഴത്തെ ബേസിൽ വരും, 1/2 kg മേളത്തെ ബേസിൽ വരും. അപ്പോൾ ഇത് എഗ്ലെസ് കേക്കാത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. മേളത്തെ ലെയറും 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുന്നു, താഴത്തെയും ഞാൻ ലെയർ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടും ലെയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഐസിങ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് രണ്ടും കേക്കും സെറ്റായതിന് ശേഷമേ ഒന്നിൻ്റെ മേളിൽ സ്റ്റേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടും നമുക്ക് ആദ്യം ഐസിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഷുഗർ സിറപ്പും കൂടി ഫസ്റ്റ് സോക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്രീമിനകത്ത് നല്ലതായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ അതുകൊണ്ട് ഐസിങ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ടോട്ടൽ 300 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തേക്ക് ട്രഫിൾ നമ്മൾ റെഡിയാക്കിയത് അത് തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ അതേ മേളത്തെ ലെയർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ താഴത്തെ ലെയറില്ലേ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് ഇതുപോലെ തന്നെ ഷുഗർ സോക്ക് ചെയ്യുക, ഐസിങ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക, ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കണക്ക് വേണം എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. ആ ക്രം കോട്ട് ചെയ്തൊരു സമയമുണ്ട്, ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ കേക്ക് ഞാനാണെങ്കിൽ ഓവർനൈറ്റ് വേണ്ടി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എപ്പോഴാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാൽ ആ സമയത്ത് അതിൻ്റെ 1 മണിക്കൂർ മുന്നേ നമുക്ക് സ്റ്റേക്ക് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് കേക്ക് നമ്മൾ സെറ്റായിട്ടുണ്ടെങ്കിൽ താഴത്തെ കേക്ക് ഒട്ടും ഡാമേജ് ആവാതെ നമുക്ക് സൂക്ഷിച്ച് എവിടെ വരെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഏത് കേക്കാണെങ്കിലും ചോക്ലേറ്റ് കേക്ക് തന്നെയല്ല, ഏത് കേക്കാണെങ്കിലും നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണേ. അപ്പോൾ അതേ മേളത്തെ കേക്ക് ഞാനാണെങ്കിൽ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തതിന് ശേഷം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ താഴത്തെ ടയറില്ല, അത് നമുക്കാണെങ്കിൽ സ്ക്വയർ കുത്തി കൊടുക്കണം. ഇതുപോലെ സ്റ്റേക്ക് എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ താഴത്തെ കേക്കിന് ഒട്ടും അനങ്ങാതെ നന്നായിട്ട് ഇത് സെറ്റായി ഇരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണേ ചെയ്യാനായിട്ട്. പിന്നെ മേളത്തെ ടയറും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മൊത്തം ഫുള്ളായിട്ട് ഒരു സ്ക്വയറും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ആ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ക്രീമും കൊണ്ട് തന്നെയാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. നന്നായിട്ട് ഫിനിഷ് ചെയ്ത് ഐസിങ് ചെയ്തിട്ട് നമുക്ക് രണ്ടും ഫ്രിഡ്ജിനകത്ത് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലെങ്കിൽ അറിയിക്കുക. കേക്കിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഡെലിവറി ടൈം ആയപ്പോൾ ഞാൻ കേക്ക് സ്റ്റേക്ക് ചെയ്യാൻ പോകുന്നു. ഒട്ടും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കേണ്ട കേട്ടോ. നമ്മുടെ കേക്കിന് ഒരു ഡാമേജും വരത്തില്ല. നമ്മൾ വെപ്രാളം പിടിച്ച് ടെൻഷൻ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡാമേജ് വരും. ഒട്ടും നമ്മുടെ കേക്കാണെങ്കിൽ നന്നായിട്ട് സെറ്റാക്കിയില്ല, അതുകൊണ്ട് ഒട്ടും ഇതാവത്തില്ല. പതുക്കെ ഓരോ പെലറ്റ് നൈഫ് നീക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ആകുമ്പോൾ അതുപോലെ സമാധാനത്തോടെ ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഒരാളവിടെ കൂടെ നിൽക്കണം കേട്ടോ. എന്ന് വെച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തേക്കുന്നു. അപ്പോൾ നമ്മളതേ എനിക്ക് ഫുള്ളായിട്ട് ഒരു സ്ക്വയർ ഞാൻ അതിൻ്റെ അളവ് എത്ര നോക്കിയിട്ട് പിന്നെ അത് പൊട്ടിച്ചോളണം എക്സ്ട്രാ ഉണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ളതിനകത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒട്ടും കുഴപ്പം വരാതെ ഒന്നും കുഴപ്പം വരത്തില്ല കേട്ടോ. സൂക്ഷിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും, എവിടെ വേണമെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് ഒഴിച്ച് കവർ ചെയ്ത് അവർക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വേണമായിരുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കൊടുക്കുന്നു, ഫോക്സ് ബോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ സ്പ്രേയും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണേ. പിന്നെ പുതിയ എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെന്നെ തീർച്ചയായിട്ടും അറിയിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ അതേ കണ്ടില്ലേ, കുറച്ചാണെങ്കിൽ ഗോൾഡൻ ലീവ്സ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.